ഹായ് സുഹൃത്തുക്കളെ, എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് വീട് വെച്ചിട്ടുള്ളത്. ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ വാങ്ങിയിട്ടുള്ള ഈ ഒരു സ്ഥലം സാധാ റോട്ടിൽ നിന്നും ഏകദേശം 4 മീറ്ററോളം ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് സ്ഥലം ചിലപ്പോൾ വീഡിയോയിൽ കണ്ടാൽ അത്ര ഹൈറ്റ് ഡിഫറൻസ് തോന്നിക്കില്ല. പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത് എന്തിനാ വീടെടുക്കുന്നത്, വലിയ എക്സ്പെൻസിലേക്ക് പോകില്ലേ എന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ എക്സ്പെൻസും അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് വീടെടുത്തത് കൊണ്ടുള്ള ഗുണങ്ങളും താഴെ അഡീഷണൽ സെല്ലാർ ഫ്ലോർ ആയിട്ട് ഒരുപാട് ഏരിയ കിട്ടിയതുമായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വീടിൻ്റെ താഴ്ഭാഗം വരുന്നത് കംപ്ലീറ്റ് പില്ലേഴ്സാണ്. അതുകൊണ്ട് തന്നെ താഴെ നമുക്ക് സെല്ലാർ ഫ്ലോർ നല്ല 1000 സ്ക്വയർ ഫീറ്റോളം സെല്ലാർ ഫ്ലോർ അഡീഷണൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എക്സ്പെൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റുഭാഗം മതിൽ കെട്ടി അതിൽ മണ്ണ് ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ അതേ എക്സ്പെൻസ് വരികയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്ര സേഫ്റ്റി കിട്ടുകയുമില്ല, താഴ്ഭാഗം യൂസ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇതുപോലത്തെ പ്ലോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നല്ല ഒരു കൺസൾട്ടൻറ്റിനെ കണ്ട് അതിന് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നോർമൽ തറ ഇട്ടിട്ടാണ് നമ്മൾ വീട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് അതിൻ്റെ തറയും അതിൻ്റെ ബെൽറ്റും എല്ലാം കൂടിയിട്ട് ഏകദേശം 3 ലക്ഷം റുപ്യൻ്റെ അടുത്തെല്ലാം നമുക്ക് എക്സ്പെൻസ് വരും. എനിക്ക് അതിൽ നിന്നും അഡീഷണലായിട്ട് ഏകദേശം നമുക്ക് ഈ ഒരു സെല്ലർ ഫ്ലോർ പില്ലർ ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡീഷണൽ ടോട്ടൽ ഒരു 1.5 ലക്ഷം രൂപയാണ് എനിക്ക് ഈ ഒരു ഏരിയക്ക്. അതിനെനിക്ക് താഴ്ഭാഗം 1000 സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ താഴ്ഭാഗത്ത് നമുക്ക് റൂമാക്കണമെങ്കിൽ റൂമാക്കാം, കാർ പോർച്ച് ആക്കണമെങ്കിൽ കാർ പോർച്ച് ആക്കാം. ഇനി ചെറിയ ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം ഉള്ള സമയത്ത് നമുക്ക് ആ ഒരു സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ആ ഒരു ഏരിയ മാറിയിട്ടുണ്ട്. ഞാൻ ആദ്യം ഒരുപാട് പ്ലാനുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. താഴെ വീട് എടുക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്ഥലം നഷ്ടപ്പെടും. പക്ഷേ ഇപ്പം ഇതുപോലെ ചെയ്തത് കൊണ്ട് എന്താ ബെനിഫിറ്റ് കിട്ടിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താഴെ ആ ഒരു സ്ഥലം കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ നേരെ വീട്ടിലേക്ക് കാറും വണ്ടിയും എല്ലാം കയറുകയും ചെയ്യും. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ഒപ്പം കൂടിക്കോളിയേ.